ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 3 നമ്മുടെ തോറാന. ദുഃഖറാന എന്ന സുറിയാനി പദത്തിൻ്റെ സാധാരണ അർത്ഥം ഓർമ്മ എന്നാണ്. എന്നാൽ നമ്മൾ മാർത്തോമാ നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖറാന എന്നാൽ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ എന്നാണ്. അത്രമേൽ ഈ രണ്ട് പദങ്ങൾ തമ്മിൽ ചേർന്ന് പോയിരിക്കുന്നു. അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഒരൊറ്റ ദുഃഖറാനയേ ഉള്ളൂ, അത് തോമാസ് ശ്ലീഹായുടെ ഓർമ്മയാണ്. ദിദിമോസ് അങ്ങനൊരു പേരാണ് തോമാസ് ശ്ലീഹായ്ക്ക്. ഇരട്ട എന്നാണ് അതിനർത്ഥം. പല കാരണങ്ങളാണ് ഇരട്ട എന്ന പേര് തോമാസ് ശ്ലീഹായ്ക്ക് വരാനായി പറയപ്പെടുന്നത്. ജനനത്താൽ തന്നെ അദ്ദേഹം ഇരട്ടയായിരുന്നു എന്നൊരു പാരമ്പര്യമുണ്ട്. തോമാസ് ശ്ലീഹായും ഈശോയും സമകാലികരാണെന്നും ആയിരുന്നുവെന്നും അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസമെന്നും അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. ശിശുവായിരുന്നപ്പോൾ ഗുരുതരമായ രോഗം പിടിപെട്ട തോമായെയും കൊണ്ട് തോമായുടെ അമ്മ ഈശോയുടെ അമ്മയുടെ അടുക്കൽ ചെന്നെന്നും ഈശോയുടെ അമ്മ കുഞ്ഞിനെ ഉണ്ണീശോയുടെ തൊട്ടിലിൽ കിടത്തിയെന്നും അത്ഭുതകരമായി രോഗശാന്തി നേടിയെന്നും ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെയാണത്രേ ഈശോയുടെ ഇരട്ട എന്ന പേര് തോമ കരഗതമാക്കിയത്. അതിനുമപ്പുറത്ത് ഈശോയുടെ രൂപസാദൃശ്യം തോമായ്ക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വിളിപ്പേര് വന്നതെന്ന് പറയുന്നു. അതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു കാര്യം മാർഗംകളിപ്പാട്ടിൽ പരാമർശമുണ്ട്. 8-ാം പാദത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. തോമാസ് ശ്ലീഹായ്ക്ക് ഇന്ത്യയിലേക്ക് പോകാൻ കുറി വീണപ്പോൾ ആരും കൂട്ടുപോകാനുണ്ടായില്ല. ബാക്കി എല്ലായിടങ്ങളിലേക്കും 2 ശിഷ്യന്മാർ വീതമാണ് പോയത്. അങ്ങനെ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന മനോവിഷമത്തിലിരിക്കുന്ന തോമായുടെ അടുക്കൽ ഈശോ തന്നെ വന്ന് നിന്റെ കൂടെ ഞാനാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു രംഗം മാർഗംകളിപ്പാട്ടിൽ ഉണ്ട്. എന്നിവയെല്ലാം കണ്ണുനീരാലെ തോമായി ഉണർത്തിച്ച നേരം എന്ന് തുടങ്ങുന്നതാണ് 8-ാം പാദം. അവിടെ ഈശോ തോമായോട് പറയുകയാണ്, നീ ഒരുവൻ താൻ എന്നൊരാശങ്ക നിനക്ക് മനസ്സിൽ വേണ്ട, നിന്നോടുകൂടെ ഞാനുണ്ട് കൂട്ട്, നീ പോകും നാടതിലെല്ലാം. പിന്നെ പറയും, നിന്നിനവെല്ലാം എന്നിനവല്ലോ. തോമായുടെ ബലം അതായിരുന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം അവൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ പോകുന്നിടത്തെല്ലാം അവൻ്റെ കൂട്ടെനിക്കുണ്ട് എന്നതായിരുന്നു തോമായുടെ മുഴുവൻ ഊർജവും. പ്രിയപ്പെട്ടവരെ, ദുഃഖറാന തിരുനാളിൽ നമുക്ക് ഈശോയുടെ ഇരട്ടയാകാൻ ഒരു വിളി തോമാസ് ശ്ലീഹാ തരികയാണ്. നമ്മൾ പോകുന്നിടത്തെല്ലാം, നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ഈശോ കൂടെയുണ്ട് എന്ന ബോധം നമ്മൾ കരഗതമാക്കുമ്പോൾ നമ്മളും ഈശോയുടെ ഇരട്ടയായി മാറുകയാണ്, തോമായായി മാറുകയാണ്, ദീദിമോസായി മാറുകയാണ്. എല്ലാവർക്കും ദുഃഖറാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.